നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. സിംഗപ്പൂർ ഗവൺമെന്റ് കോളേജുകളിലെ ഏപ്രിൽ 2027 ഇൻടേക്കിലേക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. എഞ്ചിനീയറിംഗ്, IT, അപ്ലൈഡ് സയൻസ്, നഴ്സിംഗ്, ബിസിനസ്, മീഡിയ, സ്പോർട്സ്, ഹെൽത്ത് കെയർ, ഹോസ്പിറ്റാലിറ്റി, ആർട്സ് ആൻഡ് ഡിസൈൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആധുനികവും തൊഴിൽ സാധ്യതകൾക്ക് പ്രാധാന്യം നൽകുന്നതുമായ കോഴ്സുകൾ ലഭ്യമാണ്. ഭാവിയിലെ തൊഴിൽ മേഖലകളെ മുൻനിർത്തി രൂപകൽപ്പന ചെയ്ത കോഴ്സുകളും പ്രശ്നാധിഷ്ഠിത പഠന രീതിയെ, അതായത് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രായോഗിക വിദ്യാഭ്യാസവും വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാനുഭവമാണ് നൽകാറുള്ളത്. എന്തൊക്കെയാണ് യോഗ്യത എന്ന് നോക്കാം. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് CBSE അല്ലെങ്കിൽ ICSE 70%, അല്ലെങ്കിൽ 12ാം ക്ലാസ് HSC CBSE ICSE 70%, അല്ലെങ്കിൽ GCSE IGCSE ഗ്രേഡ് D അല്ലെങ്കിൽ 3. പ്രായപരിധി 16 മുതൽ 29 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്ക് അപേക്ഷിക്കാം. ഔദ്യോഗിക പ്രവേശന പരീക്ഷ സിംഗപ്പൂർ സർക്കാർ സംഘടിപ്പിക്കുന്ന വീട്ടിലിരുന്ന് പങ്കെടുക്കാവുന്ന ഔദ്യോഗിക ഓൺലൈൻ പ്രവേശന പരീക്ഷയാണ് ഉള്ളത്. GCSE IGCSE വിദ്യാർത്ഥികളെ ഈ പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സിംഗപ്പൂർ സർക്കാർ നൽകുന്ന ട്യൂഷൻ ഗ്രാൻഡ് സബ്സിഡി ആനുകൂല്യം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സ് ആരംഭിക്കുമ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ് കാണിക്കേണ്ട ആവശ്യമില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സിംഗപ്പൂർ ബാങ്കുകളിൽ നിന്ന് വിദ്യാഭ്യാസ ലോൺ വഴി ബാക്കി ഫീസ് അടയ്ക്കാവുന്നതാണ്. ഇതിന് സിംഗപ്പൂർ പൗരനോ പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ഉള്ള ഒരാളോ ഔദ്യോഗിക ഗ്യാരണ്ടർ ആയിരിക്കണം. 3 വർഷ കാലാവധിയുള്ള പഠന കോഴ്സാണ് ഇത്. 2.5 വർഷം ക്ലാസ് റൂം പഠനം, ഭാവി തൊഴിൽ സാധ്യതകൾ മുൻനിർത്തിയ സിലബസ്, വിദഗ്ധരുടെ മാസ്റ്റർ ക്ലാസുകൾ, കേസ് സ്റ്റഡി അധിഷ്ഠിത പഠന രീതി, 6 മാസം ശമ്പളത്തോടു കൂടിയ ഇന്റേൺഷിപ്പ്, അവസാന സെമസ്റ്റർ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടത്തുന്ന മുഴുവൻ സമയ ഇന്റേൺഷിപ്പ് ആയിരിക്കും. പാർട്ട് ടൈം ജോലി, ജീവിത ചെലവുകൾ നിറവേറ്റുന്നതിനായി നിയമാനുസൃതമായി പാർട്ട് ടൈം ജോലി ചെയ്യാം. സെമസ്റ്റർ സമയത്ത് ആഴ്ചയിൽ പരമാവധി 16 മണിക്കൂറും അവധിക്കാലത്ത് മണിക്കൂർ പരിധിയില്ലാതെയും ജോലി ചെയ്യാം. 1 വർഷം സ്റ്റേ ബാക്ക് ഉണ്ട്. താമസാനുമതി വിസ ലഭിക്കും. പഠനം പൂർത്തിയാക്കിയ ശേഷം 1 വർഷത്തെ സ്റ്റേ ബാക്ക് വിസ ലഭിക്കും. ഈ കാലയളവിൽ സിംഗപ്പൂരിൽ അനുയോജ്യമായ സ്ഥിരജോലി കണ്ടെത്താനുള്ള അവസരമാണ് ലഭിക്കുന്നത്. സ്ഥിരജോലി പ്ലസ് 3 വർഷത്തെ സ്ഥിര ജോലി കരാർ. സ്ഥിരജോലി ലഭിക്കുകയും വർക്ക് വിസ നേടുകയും ചെയ്തതിന് ശേഷം സർക്കാർ സബ്സിഡിയോടെ ലഭിച്ച ട്യൂഷൻ ഫീസിന് പകരമായി സിംഗപ്പൂരിൽ 3 വർഷം ജോലി ചെയ്യേണ്ടതാണ്. PR പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ്. സിംഗപ്പൂരിൽ 1 വർഷം ജോലി ചെയ്തതിന് ശേഷം പെർമനന്റ് റെസിഡൻസിക്ക് അപേക്ഷിക്കാൻ അർഹത ലഭിക്കും. PR ലഭിച്ചാൽ ദീർഘകാല താമസാവകാശവും ചില പൗരാവകാശ ആനുകൂല്യങ്ങളും ലഭിക്കും. പിന്നീട് പൂർണ്ണ സിംഗപ്പൂർ പൗരത്വത്തിന് അപേക്ഷിക്കാം. ഉന്നത പഠന അവസരങ്ങൾ. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ NUS, നന്യാങ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി NTU എന്നീ ലോകോത്തര റാങ്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റികളിൽ ഉപരിപഠനത്തിന് പ്രവേശനം നേടുവാൻ ഇന്ത്യൻ വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ മുൻതൂക്കം ഈ കോഴ്സുകൾക്ക്, ഇവിടെ സിംഗപ്പൂരിൽ പഠിക്കുന്ന കോഴ്സുകൾക്കുണ്ട്. ഫുൾ ടൈമായി പഠിക്കുകയോ ഫുൾ ടൈം ജോലി ചെയ്യുന്നതിനോടൊപ്പം പാർട്ട് ടൈമായി പഠനം തുടരുകയോ ചെയ്യാം. പിന്നെ ഉയർന്ന ജീവിത നിലവാരം. ശുചിത്വത്തിനും സുരക്ഷയ്ക്കും ഏറെ പേരുകേട്ടതാണ് സിംഗപ്പൂർ. കുറഞ്ഞ കുറ്റകൃത്യ നിരക്കും അഴിമതി രഹിതമായ ഭരണ സംവിധാനവും കൊണ്ട് ശ്രദ്ധേയവുമാണ്. എല്ലാ മതവിഭാഗങ്ങൾക്കും സമാധാനപരമായി സഹവസിക്കാനാകുന്ന മതനിരപേക്ഷ അന്തരീക്ഷമുണ്ട്. വർഷം മുഴുവൻ സുഖകരമായ കാലാവസ്ഥയാണ്. ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ, വൈവിധ്യമാർന്ന ആഗോള സമൂഹം എന്നിവയെല്ലാം സിംഗപ്പൂരിനെ മികച്ച പഠന ജീവിത സാഹചര്യങ്ങളുള്ള രാജ്യമായി മാറ്റിയിട്ടുണ്ട്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.